ജയിലിൽ ജീവനൊടുക്കാനുള്ള ശ്രമത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ ആശുപത്രിയിൽ തടവുകാരെ പാർപ്പിക്കുന്ന സെല്ലിലേക്ക് മാറ്റി. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് അഫാനെ സെല്ലിലേക്ക് മാറ്റിയത്. അപകടനില തരണം ചെയ്ത അഫാനെ കഴിഞ്ഞയാഴ്ച വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിരുന്നു. ഓർമ്മശക്തിയടക്കം വീണ്ടെടുത്ത അഫാനെ ജയിലിലേക്ക് മാറ്റാൻ കൂടുതൽ സമയമെടുക്കുമെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ 25-നാണ് അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ UT ബ്ലോക്കിലായിരുന്നു അഫാൻ കഴിഞ്ഞിരുന്നത്. രാവിലെ 11 മണിയോടെ ശുചിമുറിയിൽ പോകണമെന്ന് അഫാൻ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ജയിൽ വാർഡൻ അഫാനെ ശുചിമുറിയിൽ എത്തിച്ചു. ഇതിനിടെയാണ് അഫാൻ ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചപ്പോഴാണ് തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ അഫാനെ കണ്ടെത്തിയത്. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ദിവസത്തെയും അതിനു മുൻപുള്ള ചില ദിവസങ്ങളിലെയും കാര്യങ്ങൾ ഓർക്കാൻ സാധിക്കുന്നില്ലെന്നാണ് അഫാൻ ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ മുൻപ് പറഞ്ഞിരുന്നത്. ആരോഗ്യസ്ഥിതി വീണ്ടെടുത്താൽ പ്രതിയെ മാനസികാരോഗ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുമെന്ന് ഡോക്ടർമാർ അന്ന് പറഞ്ഞിരുന്നു. അഫാന്റെ തലച്ചോറിനും ആന്തരിക അവയവങ്ങൾക്കും വലിയ പരിക്കുകളില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. സഹോദരനെയും പെൺസുഹൃത്തിനെയും അടക്കം 5 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു അഫാൻ. മെയ് 25-ന് രാവിലെ 11-ഓടെയാണ് ജയിലിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഞായറാഴ്ച ദിവസം ശുചിമുറിയിൽ മുണ്ടുപയോഗിച്ച് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സഹതടവുകാരന്റെ മുണ്ട് ആരും കാണാതെ കൈക്കലാക്കുകയായിരുന്നു അഫാൻ. അതീവ സുരക്ഷയുള്ള UT ബ്ലോക്കിലെ സെല്ലിലായിരുന്നു പാർപ്പിച്ചിരുന്നത്. TV കാണാനായി പുറത്തിറക്കിയപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു. സമീപത്ത് അലക്കിയിട്ടിരുന്ന മുണ്ട് മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് കൈക്കലാക്കി. നിമിഷ നേരം കൊണ്ട് ശുചിമുറിയുടെ മേൽക്കൂരയിൽ തൂങ്ങുകയായിരുന്നു. ശബ്ദം കേട്ടെത്തിയ വാർഡൻ ഇത് കണ്ടു. കഴുത്തിൽ കൃത്യമായി കുരുക്ക് മുറുകിയതിനാൽ ബോധം നശിച്ചിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായതിനാൽ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 11:25-ഓടെയാണ് അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അഫാൻ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണെന്നും രക്ഷപ്പെട്ടാൽ തന്നെ ജീവിതകാലം മുഴുവൻ കിടക്കേണ്ടി വരുമെന്നുമൊക്കെ അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഫെബ്രുവരി 24-നായിരുന്നു അഫാൻ കേരളത്തെ നടുക്കിയ കൂട്ടക്കൊലപാതകം നടത്തിയത്. എന്തായാലും ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ മാനസിക പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. അഫാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ട സ്ഥിതിക്ക് ഇനി പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് സാധ്യത. ജീവനൊടുക്കാൻ ശ്രമിച്ചപ്പോൾ CPR ഉടൻ നൽകിയത് ഓക്സിജൻ കുറയാൻ ഇടയാക്കിയില്ല എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. അഫാൻ ശുചിമുറിയിലെ വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചപ്പോഴാണ് തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ അഫാനെ കണ്ടെത്തിയത്. വാർഡൻ ഉടൻ തന്നെ ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെതിരെ അന്വേഷണ സംഘം അടുത്തിടെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. തനിക്ക് തെറ്റുപറ്റിയതാണെന്നും മാതാപിതാക്കളെ കാണണമെന്നും നേരത്തെ അഫാൻ ഉദ്യോഗസ്ഥരോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്യുന്ന സമയത്തുൾപ്പെടെ ആത്മഹത്യ ചെയ്യുമെന്ന് അഫാൻ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഫെബ്രുവരി 24-നായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. പിതൃമാതാവ് സൽമ ബീവി, പിതൃസഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരൻ അഹ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത്. രാവിലെ 10-നും 6-നും ഇടയിലായിരുന്നു 5 കൊലപാതകങ്ങളും നടന്നത്. മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത്. 5 കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷം കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുകയുമായിരുന്നു. കേരളം നടുങ്ങിയ ആ കൂട്ടക്കൊല നടന്ന് 91-ാം ദിവസമാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആത്മഹത്യാ പ്രവണതയുള്ളതിനാൽ പ്രത്യേക നിരീക്ഷണം വേണ്ടവരെ പാർപ്പിക്കുന്ന ബ്ലോക്കിലാണ് അഫാനെ താമസിപ്പിച്ചിരുന്നത്. അഫാനടക്കം 2 പേർ മാത്രം ഒരു സെല്ലിൽ. സഹതടവുകാരനോട് അഫാനെ നിരീക്ഷിക്കാനും ചുമതലപ്പെടുത്തിയിരുന്നു. ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന UTB ബ്ലോക്കിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത്. പ്രതി മുൻപും ജീവനൊടുക്കാൻ ശ്രമിച്ചതിനാൽ അതീവ സുരക്ഷ വേണമെന്ന് പോലീസിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നിട്ടും കൃത്യമായ സുരക്ഷ ഒരുക്കാത്ത നടപടിയിൽ വ്യാപക വിമർശനങ്ങളും ഉയർന്നിരുന്നു. ജയിലിലെത്തിയ ശേഷവും അഫാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ കണ്ടിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ശാന്തമായാണ് എല്ലാവരോടും പെരുമാറിയിരുന്നതെങ്കിലും ആരോടും വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടായതിനൊപ്പം ഓർമ്മശക്തിയും വീണ്ടെടുത്തു എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. വെന്റിലേറ്ററിൽ നിന്നും ICUവിലേക്ക് മാറ്റിയിരുന്ന അഫാനെ നിലവിൽ ആശുപത്രിയിൽ തടവുകാരെ താമസിപ്പിക്കുന്ന സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്.
അതിനിടയിൽ അഫാനെ കാണാൻ ജയിൽ അധികൃതർ തന്നെ അനുവദിക്കില്ലെന്ന് ആരോപിച്ച് അഫാന്റെ അഭിഭാഷകനും രംഗത്തെത്തിയിരുന്നു. അബോധാവസ്ഥയിലായിരുന്ന അഫാന് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ 3 തവണ അപസ്മാരമുണ്ടായി. തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. തലച്ചോറിനും ഹൃദയത്തിനും സാരമായ ക്ഷതമുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. മറുവശത്ത് അഫാന്റെ പിതാവ് നിർവികാരനായിട്ടാണ് ഈ സംഭവത്തോട് പ്രതികരിച്ചത്. അവൻ ചെയ്ത ക്രൂരകൃത്യം എന്താണെന്ന് അവൻ അറിയാം. അവൻ ചെയ്തതിന്റെ ഫലം അവൻ അനുഭവിക്കട്ടെ എന്നായിരുന്നു പിതാവ് റഹീം ഒരു പ്രമുഖ മാധ്യമത്തോടായി നടത്തിയ പ്രതികരണം. ഫെബ്രുവരി 24-നാണ് നാടിനെ നടുക്കിയ കൊലപാതക പരമ്പര നടന്നത്. പ്രതി അഫാൻ സംഭവ ദിവസം രാവിലെ പേരുമലയിലെ സ്വന്തം വീട്ടിൽ വെച്ച് മാതാവ് ഷെമിയെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടി ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി മുറിയിൽ അടച്ചു. അതിനുശേഷം ഉറ്റ ബന്ധുക്കളെ അവരുടെ വീടുകളിലെത്തി ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തി. സുഹൃത്തിനെയും അനുജനെയും വീട്ടിൽ വെച്ചാണ് ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തിയത്. മണിക്കൂറുകളുടെ ഇടവേളകളിലായിരുന്നു 5 കൊലപാതകങ്ങൾ. കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ശേഷമായിരുന്നു പ്രതി പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. പോലീസ് കസ്റ്റഡിയിലും ഇയാൾ ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. രാവിലെ 10-നും 6-നും ഇടയിലായിരുന്നു 5 കൊലപാതകങ്ങളും നടന്നത്. മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫാന്റെ കണക്കുകൂട്ടൽ. 5 കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷം കഴിക്കുകയും താൻ മരിക്കും എന്ന വിശ്വാസത്തിൽ പോലീസിൽ കീഴടങ്ങുകയുമായിരുന്നു. അഫാന്റെ മാതാവ് ഷെമി ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അപകടനില തരണം ചെയ്തത്. കുടുംബത്തിന് 65 ലക്ഷം രൂപ കടബാധ്യതയുള്ള വിവരം തനിക്ക് അറിയില്ലെന്നായിരുന്നു പ്രതി അഫാന്റെ അച്ഛൻ റഹീം പോലീസിന് നൽകിയ മൊഴി. ബാങ്ക് ലോണും ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ വായ്പയും ഉൾപ്പെടെ 15 ലക്ഷം രൂപ നാട്ടിൽ ബാധ്യതയുണ്ടെന്ന വിവരം എനിക്കറിയാമായിരുന്നു. അഫാൻ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുള്ള കാര്യവും തനിക്കറിയാമായിരുന്നു. ആ പെൺകുട്ടിയുടെ സ്വർണ്ണമാല പണയം വെച്ചിരുന്നു. ആ മാല പണയത്തിൽ നിന്നും എടുത്തു നൽകാൻ 60,000 രൂപ ദിവസങ്ങൾക്ക് മുൻപ് നാട്ടിലേക്ക് അയച്ചതായും റഹീം അന്ന് പറഞ്ഞിരുന്നു. സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ 4 മാസമായി വിദേശത്ത് താൻ ഒളിവിലായിരുന്നു. സ്ഥിരമായി നാട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നില്ല. അടുത്ത സമയത്ത് നാട്ടിൽ നടന്നതിനെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ലെന്നുമാണ് റഹീം മൊഴി നൽകിയത്. അതേസമയം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ കാരണം വൻ കടബാധ്യതയെന്ന് തന്നെയായിരുന്നു ആദ്യഘട്ടം മുതലേ പോലീസ് നിഗമനം. കടങ്ങളെപ്പറ്റി മാതാവ് ഷെമിക്ക് അറിയാമായിരുന്നു. 14 പേരിൽ നിന്ന് 65 ലക്ഷം രൂപയാണ് അഫാനും ഉമ്മയും കടം വാങ്ങിയത്. ഒടുവിൽ വായ്പ നൽകിയവർ പണത്തിനു വേണ്ടി കുടുംബത്തെ നിരന്തരം ശല്യം ചെയ്തു. പണം തിരികെ ചോദിച്ച് കടക്കാർ നിരന്തരം ശല്യം ചെയ്തപ്പോൾ ആത്മഹത്യ ചെയ്യാൻ അഫാനും കുടുംബവും ആലോചിച്ചിരുന്നതായാണ് പോലീസ് കണ്ടെത്തിയത്. എന്നാൽ ഇത്തരമൊരു ഉദ്യമം നടത്തുമ്പോൾ വീഴ്ചകൾ സംഭവിച്ചാലോ എന്ന് കരുതി താൻ സ്വയം ആ ദൗത്യം ഏറ്റെടുത്തെന്നായിരുന്നു അഫാന്റെ മൊഴി. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല എന്നതായിരുന്നു സഹോദരൻ അഹ്സാനെയും പെൺ സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്താനുള്ള കാരണമായി അഫാൻ പറഞ്ഞത്. ICUവിൽ തുടർന്ന മാതാവ് ഷെമിയോട് ആരോഗ്യനില മെച്ചപ്പെട്ടതിനു ശേഷം മാത്രമാണ് ഇളയ മകൻ അഹ്സാന്റെ മരണവിവരം അറിയിച്ചത്. വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ വെച്ച് ഭർത്താവ് അബ്ദുൾ റഹീമിന്റെ സാന്നിധ്യത്തിൽ ബന്ധുക്കളായിരുന്നു ഷെമിയെ കാര്യങ്ങൾ അറിയിച്ചത്. എൻ്റെ മകൻ പോയി അല്ലേ എന്നായിരുന്നു ഷെമിയുടെ പ്രതികരണം. സൈക്കാട്രി വിഭാഗം ഡോക്ടർമാരും മരണവാർത്ത അറിയിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പ്രതി അഫാനെതിരെ മൊഴി നൽകാതെ അഫാനെ സംരക്ഷിക്കുന്ന മൊഴികളാണ് മാതാവ് ഷെമി പറഞ്ഞിരുന്നത്. കട്ടിലിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയതാണെന്നൊക്കെ ആയിരുന്നു മാതാവ് പറഞ്ഞിരുന്നത്. എൻ്റെ ഒരു മകൻ പോയി, ഇനി ഒരു മകനെ ബാക്കിയുള്ളൂ, അവനെയെങ്കിലും തിരിച്ചു തരണമെന്നും ആ മാതാവ് പ്രതികരിച്ചിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം ഷെമി ആദ്യമായി അഫാനെ തള്ളിപ്പറഞ്ഞതും നമ്മളൊക്കെ കണ്ടതാണ്. ആദ്യ സമയങ്ങളിൽ താല്പര്യം കാണിച്ചിരുന്ന ഷെമി പിന്നീട് ഇത്രയും ക്രൂരത കാണിച്ച തൻ്റെ മകനെ കാണാൻ താല്പര്യമില്ലെന്നും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്തായാലും ഒരു മലയാളിക്കും ഒരിക്കലും മറക്കാനാകാത്ത സംഭവമായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. കേസിലെ ഏക പ്രതിയാണ് അഫാൻ. ഒരു മനുഷ്യന്റെ മരണവും ആഗ്രഹിക്കാത്ത മലയാളി സമൂഹം പോലും അഫാന് സംഭവിച്ചത് നന്നായി എന്നുള്ള കമന്റുകളായിരുന്നു അഫാന്റെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയത്. അത്രത്തോളം കേരള മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവമായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. നിലവിൽ അഫാനെതിരെയുള്ള 3 കേസുകളിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അഫാന്റെ അച്ഛന്റെ അമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യ കുറ്റപത്രം. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് 450 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. തനിച്ച് വീട്ടിൽ താമസിച്ചിരുന്ന സൽമ ബീവിയെ അഫാൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു.
പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലും പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ സാജിദ എന്നിവരെ കൊലപ്പെടുത്തിയ രണ്ടാമത്തെ കേസിലും നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പ്രതി അഫാന്റെ ഇളയ സഹോദരൻ അഹ്സാൻ, സുഹൃത്ത് ഫർസാന എന്നിവരുടെ കൊലപാതകത്തിലും മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലുമാണ് അവസാന കുറ്റപത്രം. നെടുമങ്ങാട്ട് സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1 മുൻപാകെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വെഞ്ഞാറമൂട് SHO RP അനൂപ് കൃഷ്ണയാണ് കുറ്റപത്രം സമർപ്പിച്ചത്.